ചങ്ങായിമാരെ, റമദാനിലെ ലാസ്റ്റത്തെ 10 വളരെ പവർഫുൾ ഡേ ആണ്. അതിലും പവർ ഡേ ആണ് ഇന്നത്തേത്. കാരണം ഇന്നത്തെ രാവ് നാളെ വെള്ളിയാഴ്ചയാണ്, 27 നോമ്പിൻ്റെ രാവാണ്. അപ്പോൾ എല്ലാവരും നേരത്തെ കാലത്ത് തന്നെ ഇഹ്തികാഫിന് നിയത്ത് വെച്ച് ഒരു 11 മണിയാകുമ്പോൾ പള്ളിയിൽ കയറുക. എന്തായാലും ഇന്ന് മിക്കവാറും ഇൻഷാ അല്ലാഹ് എല്ലാ പള്ളിയിലും അത്തായാലും ഉണ്ടാവും. അത്തായാലും വെച്ച് സുബഹിയെല്ലാം നിസ്കരിച്ച് മെല്ലെ റാഹത്തായിട്ട് വീട്ടിലേക്ക് പോവുക. എല്ലാവർക്കും ലൈലത്തുൽ ഖദർ കിട്ടാൻ പടച്ചോൻ ഭാഗ്യം തരട്ടെ. ഒരു ലൈലത്തുൽ ഖദറെല്ലാം കഴിഞ്ഞെങ്കിലേ ഭായി 83 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയാണ്. ഇപ്പം മനുഷ്യന്മാർ ആയുസ് 50-60 അങ്ങനെയല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ 83 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയെല്ലാം കിട്ടാമെന്ന് നിങ്ങൾ ഏത് ലെവലിലെത്തും? ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അത് കരസ്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എല്ലാവരും 11 മണിയാകുമ്പോൾ തന്നെ നാസ്തലാക്കി റാഹത്തായിട്ട് ഇന്ന് എല്ലാ പള്ളിയിലും ഇൻഷാ അല്ലാഹ് അത്താഴം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്താഴം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ കണ്ണൂർ ടൗൺ പ്രദേശങ്ങളിലെ കാര്യമാണ് പറഞ്ഞത്. ബാക്കി എന്താ അല്ലാഹു അല്ല ഉണ്ടാവും മിക്കവാറും. അപ്പോൾ എല്ലാവരും നേരത്തെ കാലത്ത് തന്നെ പള്ളി പോകുക. ഓക്കെ, നല്ലത് ആശംസിച്ചുകൊണ്ട് ക്യാമറാമാൻ സയ്യിർ മുസ്തഫാക്കൊപ്പം കണ്ണൂർ സുൽത്താൻ. സ്ത്രീകളും ഇഹ്തികാഫിൻ്റെ കൂലി കിട്ടാൻ നിയത്ത് വെച്ച് വീട്ടിൽ തന്നെ ഇരുന്നോ? മറ്റേ ഖിയാമുൽ നിസ്കരിച്ച് ഖിയാമുൽ അറിയില്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഖിയാമുൽ എന്ന് പറഞ്ഞാൽ കുറേ ഉസ്താക്കന്മാരെ ഇതുണ്ടാവും, സ്പീച്ച് ഉണ്ടാവും ഖിയാമുലിനെ കുറിച്ചിട്ട്. അല്ലെങ്കിൽ അടുത്തൊരു പള്ളിയിലേക്ക് പോയിക്കോ. അവിടെയാകുമ്പോൾ നല്ല ദമ്മ് കിട്ടും, പള്ളിയിലാകുമ്പോൾ നല്ലൊരു അരങ്ങ് കിട്ടും. ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും കരസ്ഥമാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. എല്ലാവർക്കും കിട്ടട്ടെ. ഞാൻ ഓണത്തിൻ്റെ അടുക്ക് പുട്ട് വെച്ചോടാക്കുന്നല്ല, കണ്ണൂർ സുൽത്താൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യപ്പാ. ആകെ 495 എത്തിയിട്ടുള്ളൂ. കുറേ ആയി പാട്ട് പാടാൻ തുടങ്ങിയിട്ട്, എവിടെ എത്തുന്നില്ല വൈ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.